പുനലൂർ നഗരസഭയുടെ 2022-23 സാമ്പത്തിക വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചു. നഗരസഭാ വൈസ് ചെയർമാൻ വി.പി. ഉണ്ണികൃഷ്ണനാണ് ബജറ്റ് അവതരിപ്പിച്ചത്. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്കും കുടിവെള്ളത്തിനും ആരോഗ്യമേഖലയ്ക്കും പാർപ്പിട പദ്ധതിക്കുമായി പ്രത്യേക ഫണ്ട് ബജറ്റിൽ നീക്കിവെച്ചു. കല്ലട ആറ്റിൽ നിന്നുള്ള കുടിവെള്ള സ്രോതസ്സുകളുടെ പമ്പിംഗ് സുഗമമാക്കുന്നതിന് കൂടുതൽ തടയണകൾ നിർമ്മിക്കുമെന്ന് വി.പി. ഉണ്ണികൃഷ്ണൻ അറിയിച്ചു. പുനലൂർ നഗരസഭാ ബജറ്റിൽ കുടിവെള്ള പദ്ധതിക്ക് ഊന്നൽ നൽകുമ്പോഴും നഗരത്തിന്റെ പല ഭാഗങ്ങളിലും കുടിവെള്ളം പാഴാകുന്നത് തുടർക്കഥയാകുന്നു. പല ഭാഗങ്ങളിലും ജലവകുപ്പിന്റെ കുടിവെള്ള പൈപ്പ് ലൈൻ പൊട്ടുന്നത് വ്യാപകം. പൊട്ടിയ കുടിവെള്ള പൈപ്പ് ലൈൻ നന്നാക്കാൻ നടപടിയില്ല. നഗരത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമായിരിക്കെയാണ് ദശലക്ഷക്കണക്കിന് വെള്ളം ഒഴുകിപ്പോകുന്നത്. കൊണ്ടോട്ടി ബൈപ്പാസ് റോഡിൽ ലോറിയുമായി കൂട്ടിയിടിച്ച് ബസ് മറിഞ്ഞ് യാത്രക്കാരി മരിച്ചു. മൊറയൂർ സ്വദേശിനി സി വിജിയാണ് മരിച്ചത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നഴ്സിംഗ് ഓഫീസറാണ് വിജി. 20ഓളം യാത്രക്കാർക്ക് പരിക്കേറ്റു. ഇന്ന് രാവിലെ 6 മണിയോടെയായിരുന്നു അപകടം. വയനാട് കൽപ്പറ്റ KSRTC ഡിപ്പോയിൽ നിന്നുള്ള ബസ് സർവീസുകൾ വ്യാപകമായി വെട്ടിക്കുറയ്ക്കുന്നതായി പരാതി. ഗ്രാമീണ മലയോര സർവീസ് ഉൾപ്പെടെ വെട്ടിക്കുറച്ചതോടെ വിദ്യാർത്ഥികളടക്കമുള്ള യാത്രക്കാർ ദുരിതത്തിലാണ്. കൽപ്പറ്റ KSRTC ഡിപ്പോയിൽ നിന്നും മേപ്പാടി ചൂരൽമല ഉൾപ്പെടെ പ്രധാന റൂട്ടുകളിൽ സർവീസുകൾ കുറവാണ്. ഇതിനു പുറമെയാണ് ട്രിപ്പുകൾ വെട്ടിക്കുറയ്ക്കുന്നതായുള്ള ആക്ഷേപം ഉയരുന്നത്. 15 കിലോമീറ്റർ ദൂരമുള്ള വിവിധ റൂട്ടുകളിൽ അല്പമെങ്കിലും സർവീസ് നടത്തുന്നത് സ്വകാര്യ ബസ്സുകളാണ്. പ്രതിദിനം 55 ഷെഡ്യൂളുകൾ നടത്തിയിരുന്ന കൽപ്പറ്റ ഡിപ്പോ നിലവിൽ 40 ഷെഡ്യൂളുകളെ നടത്തുന്നുള്ളൂ. സാധാരണക്കാരനെ ദ്രോഹിക്കുന്ന തരത്തിലുള്ള നടപടികളുമായിട്ടാണ് KSRTC ഇന്ന് കൽപ്പറ്റ ഡിപ്പോയെ കേന്ദ്രീകരിച്ച് മുന്നോട്ട് പോകുന്നത്. 20ഓളം ടെക്നിക്കൽ സ്റ്റാഫുകളെ മാനന്തവാടിയിലേക്ക് മാറ്റി 6ഓളം വരുന്ന ടൗൺ ടു ടൗൺ ബസ്സുകൾ മാനന്തവാടിയിൽ നിന്നും പുറപ്പെടുന്ന സാഹചര്യത്തിലേക്ക് കൊണ്ടുപോയി അത്തരത്തിൽ കൽപ്പറ്റ കാരേജിനെ നമ്മുടെ കൽപ്പറ്റയിൽ നിന്നും ഇല്ലാതാക്കുന്ന രീതിയിലാണ് KSRTCയുടെ ഓരോ മൂവ്മെന്റും ദിനം പ്രതി ഉണ്ടാകുന്നത്. തോട്ടം മേഖലകളിൽ റൂട്ടുകളിൽ ആവശ്യത്തിന് ബസ് സർവീസ് ഇല്ലാത്തത് തൊഴിലാളികളുടെ ജോലിയെ ഉൾപ്പെടെ ബാധിക്കുന്നുണ്ട്. ഡിപ്പോയിൽ കൂടുതൽ സർവീസുകൾ ആരംഭിക്കുമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചിട്ടുണ്ടെങ്കിലും ഒന്നും നടന്നില്ല. എന്നാൽ നിലവിലുള്ള സർവീസുകൾ ഉൾപ്പെടെ നിർത്തലാക്കുന്ന അവസ്ഥയാണുള്ളതെന്നും ആക്ഷേപമുണ്ട്. ന്യൂസ് 18 വയനാട്. കാസർഗോഡ് വധശ്രമ കേസ് പ്രതി ഉൾപ്പെടെ 2 ഗുണ്ടകൾ അറസ്റ്റിൽ. മഞ്ചേശ്വരം സ്വദേശികളായ മുഹമ്മദ് അസ്കർ, ഇബ്രാഹിം അർഷാദ് എന്നിവരാണ് പിടിയിലായത്. ഇവർക്കെതിരെ കാപ്പ ചുമത്തിയാണ് അറസ്റ്റ് ചെയ്തത്. വധശ്രമം, പിടിച്ചുപറി, കവർച്ച, മയക്കുമരുന്ന് കടത്ത്, വെടിവെപ്പ് തുടങ്ങിയ 10ഓളം കേസുകളിലെ പ്രതിയാണ് മുഹമ്മദ് അസ്കർ. കൊല്ലം വെട്ടിക്കവല ഗ്രാമപഞ്ചായത്ത് അംഗത്തിന് നേരെ വധശ്രമമുണ്ടായതായി പരാതി. തലച്ചിറ ഈസ്റ്റ് വാർഡ് മെമ്പർ ഷാനവാസ് ഖാന് നേരെയാണ് ആക്രമണം. ബൈക്കിലെത്തിയ മെമ്പറെ മൈദീൻ കണ്ണ് എന്നയാൾ തടഞ്ഞു നിർത്തി മർദ്ദിച്ചെന്നാണ് പരാതി. മർദ്ദനത്തിൽ ഷാനവാസിന് സാരമായി പരിക്കേറ്റു. സംഭവ സ്ഥലത്തുനിന്ന് ഓടി രക്ഷപ്പെട്ട അക്രമിയെ പോലീസ് പിടികൂടി. പലരെയും ആക്രമിക്കുന്ന സ്വഭാവം വലിയ ഗുരുതരമായ പ്രത്യാഘാതത്തിന് ഇടവരുത്തി. തീർച്ചയായിട്ടും ഞാൻ വളരെ അത്ഭുതകരമായിട്ടാണ് ഇന്നലെ അദ്ദേഹത്തിൻ്റെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുള്ളത്. ഇതിനെതിരെയായിട്ട് ശക്തമായ പ്രതിഷേധം ഉയർന്നു വരേണ്ടതായിട്ടുണ്ട്. അദ്ദേഹത്തെ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. ഇത് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യമായി കണ്ട് ഈ ഒരു സമീപനം സ്വീകരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കൊല്ലം കൊട്ടാരക്കര നഗരസഭയിൽ സെക്രട്ടറിയേറ്റ് ഉപരോധിച്ചു. AITUCയുടെ നേതൃത്വത്തിലായിരുന്നു ഉപരോധം. വഴിയോര കച്ചവടക്കാരുടെ രൂപീകരണ സമിതിയിൽ CPM പ്രവർത്തകരെ മാത്രം ഉൾപ്പെടുത്തിയെന്ന് ആരോപിച്ചായിരുന്നു ഉപരോധം. പ്രശ്നത്തിന് പരിഹാരം കാണുമെന്ന ഉറപ്പിന്മേൽ സമരം അവസാനിപ്പിച്ചു. കോഴിക്കോട് വടകരയിലെ കോപ്പോൾ വെളിച്ചെണ്ണ നിർമ്മാണ സ്ഥാപനത്തിൽ വീണ്ടും മോഷണശ്രമം. മേശവലിപ്പുകൾ തുറന്ന് വസ്തുക്കൾ വാരി വലിച്ചിട്ടെങ്കിലും പണം നഷ്ടപ്പെട്ടിട്ടില്ല. ലോക്കറും ഭദ്രമാണ്. ഫെബ്രുവരി 21 നടന്ന മോഷണത്തിൽ ഇവിടെ നിന്ന് പണം നഷ്ടപ്പെട്ടിരുന്നു. അന്ന് CCTVയുടെ ഹാർഡ് ഡിസ്കും കള്ളൻ കവർന്നിരുന്നു. കാർഷിക കേരളം. കരിമ്പ് കൃഷിയും ശർക്കര ഉൽപാദനവും തിരികെ കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ് പത്തനംതിട്ട വള്ളിക്കോട് പഞ്ചായത്തും കർഷകരും. ശർക്കരയുടെ വില വർധനയും കൃഷിവകുപ്പിന്റെ പ്രോത്സാഹനവുമാണ് കരിമ്പ് കൃഷിയിലേക്ക് കർഷകരെ ആകർഷിക്കുന്നത്. കരിമ്പ് കൃഷിയിലും ശർക്കര ഉൽപാദനത്തിലും വള്ളിക്കോട് പഞ്ചായത്തായിരുന്നു വിപണിയിൽ മുന്നിൽ. മായമില്ലാത്ത വള്ളിക്കോട് വാഴമുട്ടം ശർക്കരയ്ക്ക് ആവശ്യക്കാരും ഏറെയായിരുന്നു.
എന്നാൽ തുടർച്ചയായുള്ള വില തകർച്ചയും വെള്ളപ്പൊക്ക ഭീഷണിയുമാണ് കർഷകർ കൃഷി ഉപേക്ഷിക്കാൻ കാരണം. മറ്റു കൃഷിയേക്കാൾ കരിമ്പ് കൃഷി ഇന്ന് ആദായകരമായ സാഹചര്യത്തിലാണ് കൃഷി പുനരാരംഭിച്ചത്. നേരത്തെ ഈ കരിമ്പ് കൃഷി ഇവിടെ അവസാനിക്കുന്ന ആ ഒരു സമയത്ത് ശർക്കരയ്ക്ക് പഞ്ചസാരയേക്കാൾ വില കുറവായിരുന്നു. ഇപ്പോൾ നല്ല നാടൻ ശർക്കര കിട്ടാനില്ലാത്തൊരവസ്ഥയാണ്. അതുപോലെ തന്നെ പഞ്ചസാരയെക്കാട്ടും ഒരു 3 ഇരട്ടി വില ഇപ്പോൾ ശർക്കരയ്ക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിതൊരു തുടക്കം കുറിച്ചുകൊണ്ട് വരും വർഷങ്ങളിൽ വ്യാപകമായി കൃഷി ചെയ്ത് ആ പഴയ ഒരു സമ്പൽ സമൃദ്ധിയിലേക്ക് ഈ നാടിനെ കൊണ്ടുപോകുന്നൊക്കെയാണ് ഞങ്ങളുടെ ഒരു സ്വപ്നവും ആഗ്രഹവും. വള്ളിക്കോട് പഞ്ചായത്തിലെ വാഴമുട്ടം പാടശേഖരങ്ങളിൽ 20ഓളം കർഷകരാണ് കരിമ്പ് കൃഷി ചെയ്യുന്നത്. കൃഷിവകുപ്പാണ് കർഷകർക്ക് ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നത്. കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന കരിമ്പ് ശർക്കരയാക്കി വിപണിയിലെത്തിക്കുന്നതിന് മില്ലുകൾ സ്ഥാപിച്ചു നൽകുമെന്നും പഞ്ചായത്ത് വ്യക്തമാക്കി. കൃഷി എന്ന് പറഞ്ഞാൽ തലക്കം, അതായത് ഇതിൻ്റെ നടിയിൽ ഉൽപ്പന്നം നമ്മൾ സൗജന്യമായി മറയൂരിൽ നിന്നും അവിടുത്തെ ഒരു സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട് നമ്മൾ സൗജന്യം എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഉഴവ് കൂലി എന്നുള്ള നിലയിൽ ഒരു ഹെക്ടറിന് 7500 രൂപ നമ്മൾ പഞ്ചായത്തിൻ്റെ സ്കീമിൽ വെച്ച് ഇപ്പോൾ അവർക്ക് മാറി കൊടുക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നു. അതോടൊപ്പം നമ്മൾ സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ്റെ ഭാഗമായിട്ടുള്ള ഒരു സബ്സിഡിക്ക് വേണ്ടി നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റിനെ സമീപിച്ചിട്ടുണ്ട്. അത് ലഭ്യമാക്കാമെന്ന് മേലധികാരികൾ അറിയിച്ചിട്ടുണ്ട്. 10 മാസം കൊണ്ട് മികച്ച വിളവ് ലഭിക്കുന്ന മധുരിമ ഇനമാണ് കൃഷി ചെയ്യുന്നത്. ന്യൂസ് 18 പത്തനംതിട്ട. മുക്കം ചേന്ദമംഗല്ലൂർ പുൽപ്പറമ്പിൽ ഗ്രാമചന്ത സംഘടിപ്പിച്ചു. പ്രദേശത്തെ റെസിഡൻസ് അസോസിയേഷനുകളുടെയും യുവാക്കളുടെയും കൂട്ടായ്മയിലാണ് ചന്ത സംഘടിപ്പിച്ചത്. കർഷകരുടെ ഉൽപ്പന്നങ്ങൾ നേരിട്ട് ഉപഭോക്താക്കളിൽ എത്തിക്കുക, പുതുതലമുറയ്ക്ക് പഴയകാല ചന്ത പരിചയപ്പെടുത്തുക തുടങ്ങിയ ലക്ഷ്യത്തോടെയാണ് ഗ്രാമചന്ത സംഘടിപ്പിച്ചത്. നഗരസഭാ ചെയർമാൻ PT ബാബു ഗ്രാമചന്തയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. പുൽപ്പറമ്പിന് തൊട്ടടുത്ത സ്ഥലങ്ങളായ ചേന്ദമംഗല്ലൂർ, കൂളിമാട്, പാഴൂർ, ചാത്തമംഗലം തുടങ്ങിയ പ്രദേശങ്ങളിലെ കർഷകരുടെയും മറ്റുൽപാദകരുടെയും ഉൽപ്പന്നങ്ങളാണ് വിൽപ്പനയ്ക്കായി എത്തിച്ചത്. നാടൻ പച്ചക്കറികൾ, മൺപാത്രങ്ങൾ, തേൻ, വിവിധതരം പായസങ്ങൾ, മത്സ്യം, കോഴി, കാർഷിക വിത്തുകൾ തുടങ്ങിയവയെല്ലാം വിൽപ്പനയ്ക്കായി എത്തിച്ചിരുന്നു. പ്രദേശവാസികൾ കുടുംബത്തോടെയാണ് ചന്ത കാണാൻ എത്തിയത്. പുൽപ്പറയിലുള്ള വയലോരം, ആയിപ്പൊറ്റ, ഗ്രീൻ റാലി, റെസിഡൻസ് അസോസിയേഷനുകളുടെയും പ്രദേശത്തെ യുവാക്കളുടെയും കൂട്ടായ്മയായ ഹിറ്റ്മ ടൈംസ് എന്ന സംഘടനയുടെയും നേതൃത്വത്തിലാണ് ഗ്രാമചന്ത ഒരുക്കിയത്. ഈ ഗ്രാമത്തിൻ്റെ ഒരു ഉത്സവമായിക്കൊണ്ടാണ് ഈ ചന്ത നടന്നിട്ടുള്ളത്. ചേന്ദമംഗല്ലൂര്, കൂളിമാട്, പാഴൂര്, ചാത്തമംഗലം, നായർക്കുഴി തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്നെല്ലാം കർഷകർ, മറ്റ് ഉൽപ്പാദകർ അവരുടെ ഉൽപ്പന്നങ്ങൾ നേരിട്ട് ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുന്ന രീതിയാണ് ഈ ഗ്രാമചന്ത കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. പച്ചക്കറികൾ, നമ്മുടെ നാട്ടിൽ നിന്നും അന്യം നിന്ന് പോയിട്ടുള്ള വിവിധ വസ്തുക്കൾ, ഈന്തുപൊടി, വിവിധതരം പായസങ്ങൾ, പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ, കത്തി, മുറം, ചട്ടി, അതേപോലുള്ള വിവിധ സാധനങ്ങൾ, ഈ ഉപ്പ് മുതൽ കർപ്പൂരം വരെ എന്ന രീതിയിൽ ഇവിടെ നിന്ന് ആളുകൾക്ക് വാങ്ങിപ്പോകാവുന്നതാണ്. പുൽപ്പറമ്പിൽ ഇന്നൊരു ഉത്സവത്തോട് കൂടിയിട്ടാണ് ആളുകൾ ഇന്ന് നെഞ്ചേറ്റിട്ടുള്ളത്. നേരത്തെയും പ്രദേശത്ത് ചന്ത നടത്തിയിട്ടുണ്ട്. വരും നാളുകളിൽ ഇത് തുടരാൻ ശ്രമിക്കുമെന്ന് സംഘാടകർ പറയുന്നു. ന്യൂസ് 18 മുക്കം. കൃഷിയിടത്തിലേക്ക് എത്താൻ നല്ലൊരു റോഡില്ലാത്തത് മലപ്പുറം കുറ്റിപ്പുറത്തെ 30ഓളം കർഷകർക്ക്. കൃഷിയിടത്തിലേക്ക് ആവശ്യമായ വസ്തുക്കൾ തലച്ചുമടായാണ് കർഷകർ എത്തിക്കുന്നത്. കുറ്റിപ്പുറം പേരശ്ശന്നൂർ പുഞ്ചപ്പാടത്തെ നെൽകർഷകരുടേതാണ് ഈ ദുരിതം. കുറ്റിപ്പുറത്തെ ഏറ്റവും വലിയ പാടശേഖരമാണ് പേശന്നൂർ പുഞ്ചപ്പാടം. പേശന്നൂർ, പൈങ്കണ്ണൂർ കേന്ദ്രമായി 300 ഏക്കറിലധികമാണ് പാടശേഖരമുള്ളത്. 30ഓളം കർഷകരാണ് ഇവിടെ കൃഷി ചെയ്തു വരുന്നത്. എന്നാൽ ഇവർക്ക് വേണ്ട ഗതാഗത സൗകര്യം ഇല്ലെന്നതാണ് യാഥാർത്ഥ്യം. തൊട്ടടുത്ത പഞ്ചായത്തായ ഇരുമ്പിളിയത്തെ മങ്കേരിയിൽ നിന്ന് വേണം ട്രാക്ടർ അടക്കമുള്ളവ കൃഷിസ്ഥലത്തെത്തിക്കാൻ. കൃഷിയിലെ നഷ്ടം ഒരു വശത്ത് നിൽക്കുമ്പോൾ റോഡില്ലാത്തതിനാൽ കൂലി കൊടുത്ത് അത്രയും ദൂരം വാഹനങ്ങൾ പാടശേഖരത്തിലെത്തിക്കുന്നത് താങ്ങാനാകുന്നതിലും അപ്പുറമാണിവർക്ക്. നടന്നിറങ്ങാൻ പോലും റോഡില്ലാത്ത സ്ഥിതിയാണ് ഈ ഭാഗത്തുള്ള കർഷകർ. ഏകദേശം 1.5 കിലോമീറ്റർ 2 കിലോമീറ്ററോളം ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട് പാടശേഖരത്തിൽ. പക്ഷേ ഏറ്റവും വലിയ കുറ്റിപ്പുറം പഞ്ചായത്തിലെ ഏറ്റവും വലിയ പാടശേഖരമാണ് പേരശ്ശന്നൂർ, പൈങ്കണ്ണൂർ കേന്ദ്രീകരിച്ചുള്ളത്. ഈ ഭാഗത്ത് റോഡില്ലാത്ത വിഷമം കാരണം കേരള സർക്കാർ സബ്സിഡി കൊടുത്തിട്ട് ഇവർക്കത് മുതലാവില്ല. അതിൻ്റെ അപ്പുറത്തെ പ്രശ്നമാണ് ഇവിടുന്ന് കൂലി കൊടുത്തിട്ട് ആളുകളെ വെച്ചിട്ട് ഇവിടുന്ന് ഏറ്റിട്ട് കൊണ്ടുപോകണം. അതൊരു പരിഹാരം എന്ന രീതിയിലാണ് നമുക്ക് ആവശ്യം. നെല്ല് കൊയ്യാനും നടാനും വണ്ടി വരുന്നില്ല. ഈ കാണുന്ന കടാ, ഇത് മലയാണ് കാണുന്നത്, റോഡില്ല. അപ്പോൾ ഞങ്ങൾക്ക് ആവശ്യം ഒരു വഴി വേണം, നല്ല വഴി വേണം. അതുകൊണ്ട് ഇപ്പോൾ കണ്ട നെല്ലൊക്കെ കൊയ്ത് കയറ്റി വെച്ചിട്ടാണ്, കൊണ്ടുപോയി വഴിയില്ല. ഒരു ചാക്ക് 100 പുറത്താണ് ഇപ്പോൾ നെല്ല് കയറി പോകുന്നത്. കൃഷിയിലേക്ക് ആവശ്യമായവയെല്ലാം ചുമടുകളിലാക്കിയാണ് ഇവർ എത്തിക്കുക.
കൃഷി കഴിഞ്ഞുള്ള വൈക്കോൽ കൂനകളും ഇത്തരത്തിൽ തന്നെയാണ് കുന്നായ റോഡിലൂടെ ഇവർ കയറ്റിക്കൊണ്ടുപോകുന്നത്. ഒരു ചാക്ക് നെല്ലിന് 100 രൂപ എന്ന കണക്കിനാണ് തൊഴിലാളികളുടെ വേതനം. അതിവർഷം ഇപ്പോൾ വന്നു, ഈ വർഷം പൊതുവിൽ നഷ്ടം. അതുകൂടാതെ ഇപ്പോൾ ഈ നെല്ലും വൈക്കോലും ഇങ്ങനെ കൊണ്ടുപോകും കൂടി ആയാൽ പിന്നെ കൂടുതൽ നഷ്ടത്തിലേക്ക് കലാശിക്കുള്ളൂ. അപ്പോൾ എല്ലാവരും ഈ കൃഷിപ്പണിയിൽ നിന്ന് ഇങ്ങനെ പിൻവാങ്ങിക്കൊണ്ടിരിക്കും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് എന്തെങ്കിലും സംവിധാനം സർക്കാരിൻ്റെ അല്ലെങ്കിൽ പഞ്ചായത്തിൻ്റെ, ബ്ലോക്ക് പഞ്ചായത്തോ ജില്ലാ പഞ്ചായത്തോ ആരെങ്കിലുമൊക്കെ ഇടപെട്ടിട്ട് ഇത് ചെയ്യുകയെന്നുണ്ടെങ്കിൽ വളരെ സൗകര്യം. റോഡ് നിർമ്മിക്കാൻ ആവശ്യപ്പെട്ട് നിരവധി തവണ അധികൃതരെ സമീപിച്ചെങ്കിലും ആരും നാളിതുവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്നതാണ് പരാതി. നഷ്ടത്തിലായ കൃഷിയും പൊള്ളുന്ന വേനലും വലയ്ക്കുമ്പോൾ ആശ്വാസമായി റോഡെങ്കിലും യാഥാർത്ഥ്യമാക്കി തരണമെന്നാണ് ഇവിടത്തെ കർഷകർ പറയുന്നത്. ന്യൂസ് 18 കുറ്റിപ്പുറം. ഇടവേള. തേനീച്ചയുടെ ആക്രമണത്തിൽ തൊഴിലാളിക്ക് ഗുരുതര പരിക്ക്. മലപ്പുറം എടവണ്ണ ഓടായിക്കലിൽ വെച്ച് കരുളായി സ്വദേശി മുകേഷിനാണ് പരിക്കേറ്റത്. ഇയാളെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ശരീരമാകെ തേനീച്ചയുടെ കുത്തേറ്റിട്ടുണ്ടെന്ന് ഡോക്ടർ ജീന പറഞ്ഞു. വടകര താലൂക്കിലെ മലയോര മേഖലയ്ക്ക് പ്രതീക്ഷയേകി ഹൈവേ നിർമ്മാണം തുടങ്ങി. കിഫ്ബിയിൽ നിന്ന് 49.22 കോടി ചെലവഴിച്ചാണ് പല്ലുവായ് തൊട്ടിൽപ്പാലം മലയോര ഹൈവേയുടെ നിർമ്മാണം. നിർമ്മാണ പ്രവൃത്തി മന്ത്രി PA മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു. നരിപ്പറ്റ്, കാവിലുംപാറ, കായക്കൊടി തുടങ്ങിയ പഞ്ചായത്തുകളിലൂടെ കടന്നുപോകുന്ന പുല്ലുവായ് തൊട്ടിൽപ്പാലം ഭാഗത്തെ മലയോര ഹൈവേയുടെ പ്രവൃത്തിയാണ് തുടങ്ങിയത്. ഇതോടെ മലയോര മേഖലയിലെ യാത്രാ പ്രശ്നത്തിന് പരിഹാരമാകുമെന്നാണ് പ്രതീക്ഷ. മന്ത്രി PA മുഹമ്മദ് റിയാസ് പ്രവൃത്തി ഉദ്ഘാടനം ചെയ്തു. റോഡിന്റെ നിലവാരം ഉയരുന്നത് ഈ മേഖലയുടെ വികസനത്തിൽ പ്രധാന പങ്ക് വഹിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. നമുക്കറിയാം, മലയോര മേഖല കാർഷിക മേഖലയാണ്. കാർഷിക മേഖലയെ ശക്തിപ്പെടുത്താൻ ഈ പദ്ധതി പൂർത്തീകരണം തീർച്ചയായും സഹായകരമാകും. മലയോര മേഖലയുടെ ജീവിതത്തിൽ വലിയ കുതിച്ചുചാട്ടം സാധിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല. സമയബന്ധിതമായി ഈ പ്രവൃത്തി പൂർത്തീകരിച്ച് മുന്നോട്ട് പോകുന്നതിന് കഠിന ശ്രമം പൊതുമരാമത്ത് വകുപ്പ് നടത്തും എന്നുള്ളതോടെ പ്രത്യേകം പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. മലയോര തീരദേശ ദേശീയപാതകൾ 2025 പൂർത്തിയാക്കുമെന്ന് മന്ത്രി വ്യക്തമാക്കി. കിഫ്ബിയിൽ നിന്നും 49.22 കോടി രൂപ ചെലവഴിച്ചാണ് ഹൈവേ നിർമ്മിക്കുന്നത്. 42.94 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിക്കുന്ന കുളങ്ങരത്ത് വാളൂക്ക് വിലങ്ങാട് റോഡിന്റെ പ്രവൃത്തി ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു. ന്യൂസ് 18 വടകര. കേരയിൽ വിരുദ്ധ സമര പ്രവർത്തനങ്ങൾക്ക് ഐക്യദാർഢ്യവുമായി ചാലിയാർ സമരസമിതി. സമരസമിതിയുടെ നേതൃത്വത്തിൽ മലപ്പുറം വാഴക്കാട്ട് സായാഹ്ന സംഗമം നടത്തി. കേരയിൽ നിലവിലെ പാതകൾ ഉപേക്ഷിക്കണമെന്ന് ചാലിയാർ സമരസമിതി ആവശ്യപ്പെട്ടു. കേരയിൽ വിരുദ്ധ ഐക്യദാർഢ്യ സമിതി ചെയർമാൻ TV രാജൻ സംഗമം ഉദ്ഘാടനം ചെയ്തു. തൊടുപുഴ നഗരസഭയിലെ ബജറ്റ് അവതരണത്തിനിടെ ഭരണ പ്രതിപക്ഷ വാക്പോര്. കഴിഞ്ഞ ബജറ്റിൽ പ്രഖ്യാപിച്ച 27 പദ്ധതികളിൽ ഒന്നുപോലും നടപ്പാക്കിയില്ലെന്നാരോപിച്ച് UDF പ്രതിഷേധിച്ചു. തുടർന്ന് ബജറ്റ് നടപടികൾ ബഹിഷ്കരിച്ചു. UDF നേതൃത്വം നൽകുന്ന സ്റ്റാൻഡിംഗ് കമ്മിറ്റികളാണ് വികസന പ്രവർത്തനങ്ങൾക്ക് വിലങ്ങുതടിയെന്നായിരുന്നു ഭരണപക്ഷത്തിന്റെ മറുപടി. UDF ഇറങ്ങിപ്പോയതോടെ BJP അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവരുടെ സാന്നിധ്യത്തിൽ ബജറ്റ് പാസാക്കി. ലോക വനദിനത്തോടനുബന്ധിച്ച് കൊണ്ടോട്ടി ബ്ലോക്ക് പഞ്ചായത്ത് ഓടമുള തൈകൾ വെച്ചുപിടിപ്പിച്ചു. ചേലേമ്പ്ര ഗ്രാമപഞ്ചായത്തിലെ പുല്ലിപ്പുഴയുടെ തീരത്താണ് മുള വെച്ചുപിടിപ്പിച്ചത്. മരമാണ് ജീവൻ, മരമാണ് ഭാവി എന്ന പേരിലുള്ള പരിപാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VP ഷൈജിനി ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ചേലേമ്പ്ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജമീല അധ്യക്ഷത വഹിച്ചു. പുനലൂർ നഗരസഭയിലെ ആരംപുന്ന LP സ്കൂളിൽ പ്ലേ ഫോർ ഹെൽത്ത് പദ്ധതിക്ക് തുടക്കമായി. കേരള സർക്കാർ കായിക യുവജന വകുപ്പിന്റെ നേതൃത്വത്തിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. കായിക വിനോദങ്ങളിലൂടെ കുട്ടികളുടെ ശാരീരികവും മാനസികവുമായ കഴിവുകൾ വികസിപ്പിക്കുകയാണ് പ്ലേ ഫോർ ഹെൽത്ത് പദ്ധതി കൊണ്ട് ലക്ഷ്യമിടുന്നത്. സ്കൂളുകളെ സ്പോർട്സ് ക്ലബ്ബുകൾ ആക്കുക എന്നതും പദ്ധതി ലക്ഷ്യമിടുന്നു. 4 മുതൽ 12 വയസ്സുവരെയുള്ള കുട്ടികളാണ് പരിശീലന പദ്ധതിയുടെ ഗുണഭോക്താക്കൾ. സംസ്ഥാനത്തെ 25 സ്കൂളുകളിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. പുനലൂർ MLA PS സുബാൻ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ രംഗത്ത് വലിയ വളർച്ചയാണ് കഴിഞ്ഞ 5 വർഷക്കാലം നമുക്ക് നേരിടാൻ കഴിയും. അത്തരമൊരു സാഹചര്യത്തിൽ നമ്മുടെ പൊതുവിദ്യാലയങ്ങൾ
ആ വിദ്യാലയങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികളിൽ കായികപരമായ കഴിവുകൾ കണ്ടെത്തുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനും പദ്ധതി പ്രയോജനം ചെയ്യും. കളിയിലൂടെ പഠനവും പഠനത്തിനൊപ്പം കളിയും വിദ്യാർത്ഥികളെ ആകർഷിക്കാൻ കഴിയുന്നതാണെന്ന് അധ്യാപകരും അഭിപ്രായപ്പെടുന്നു. ഒരു കുട്ടിയുടെ സർവ്വതോമുഖമായ വികാസമാണ് എഡ്യൂക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോഴേ ആരോഗ്യമായ ഒരു ശരീരം ഉണ്ടാവണം, ആരോഗ്യമായ ഒരു മനസ്സുണ്ടാവണം. അപ്പോൾ കുട്ടിക്കാലം തൊട്ട് തന്നെ ആരോഗ്യം ഉണ്ടാകാൻ വേണ്ടി സ്പോർട്സിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഉണ്ടാകുന്ന ഒരു പ്രോജക്റ്റാണ് ഇത്. മുനിസിപ്പൽ ചെയർപേഴ്സൺ നിമ്മി എബ്രഹാം അധ്യക്ഷത വഹിച്ചു. മുൻ മന്ത്രി അഡ്വക്കേറ്റ് കെ രാജു മുഖ്യാതിഥിയായി. ന്യൂസ് 18 പുനലൂർ. ഇടവേള. കൊളുക്കുമലയുടെ കാഴ്ചകൾ വീണ്ടും സഞ്ചാരികൾക്ക് ആസ്വദിക്കാം. കോവിഡ് മൂലം നിലച്ചിരുന്ന കൊളുക്കുമല ടൂറിസം പുനരാരംഭിക്കാൻ നടപടിയായി. മൂന്നാറിലെത്തുന്ന സാഹസിക സഞ്ചാരികളെ ഏറ്റവുമധികം ആകർഷിക്കുന്ന യാത്രയാണ് കൊളുക്കുമലയിലേക്കുള്ള ഓഫ് റോഡ് ജീപ്പ് സഫാരിയും ട്രക്കിങ്ങും. ഇന്ത്യയിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന തേയിലത്തോട്ടം, മലയടിവാരത്തിലെ തേയിലകൃഷിയുടെ ദൂരക്കാഴ്ച, താഴ്വാരങ്ങളുടെ കാഴ്ച മറിച്ച് ഇടയ്ക്കിടെ വന്നു മറയുന്ന മഞ്ഞ്, സഞ്ചാരികളിൽ അത്ഭുതം സൃഷ്ടിക്കുന്ന ഒട്ടനവധി കാഴ്ചകളുണ്ട് കൊളുക്കുമലയിൽ. കോവിഡ് പ്രതിസന്ധി മൂലം 2 വർഷത്തോളമായി മേഖലയിലെ ടൂറിസം ആക്ടിവിറ്റികൾ നിലച്ചിരിക്കുകയായിരുന്നു. ജില്ലാ ഭരണകൂടത്തിന്റെയും DTPCയുടെയും നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ കൊളുക്കുമല ടൂറിസം പുനരാരംഭിക്കാൻ തീരുമാനമായി. സഞ്ചാരികളുടെ സുരക്ഷയ്ക്ക് മുൻതൂക്കം നൽകി സേഫ് ടൂറിസം സോണായി മേഖലയെ മാറ്റുന്നതിനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. ഓഫ് റോഡ് ഡ്രൈവർമാരുടെയും ത്രിതല പഞ്ചായത്തുകളുടെയും സഹകരണത്തോടെ സുരക്ഷിത യാത്രയ്ക്ക് അവസരമൊരുക്കും. ചാർജ് വർധന, ഇപ്പോൾ വർദ്ധിച്ച പെട്രോൾ ഡീസൽ വില വർധനവും അതുപോലെ തന്നെ ഓഫ് റോഡിലൂടെയുള്ള ഓട്ടവും അവർക്ക് വളരെയേറെ ബുദ്ധിമുട്ട് ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. അതിന് പ്രകാരം അവർക്ക് അതിനാനുപാതികമായിട്ട് 2000 രൂപയായിരുന്നത് 2500 ആക്കി ടോട്ടൽ വർധന വരുമ്പോൾ അതിന് ആനുപാതികമായിട്ട് ഏകദേശം ഒറ്റയടിക്ക് തന്നെ അവർക്ക് 300 രൂപയോളം വർധനവ് നമ്മുടെ ഡ്രൈവേഴ്സിന് കിട്ടുന്ന വിധത്തിൽ വർധനവ് വരുത്തിയിട്ടുണ്ട്. സൂര്യനെല്ലിയിൽ നിന്നുള്ള ഓഫ് റോഡ് ജീപ്പ് സഫാരിയാണ് കൊളുക്കുമല കാഴ്ചകളിലേക്ക് സഞ്ചാരികളെ എത്തിക്കുന്നത്. ഇന്ധനവില അമിതമായി വർദ്ധിച്ചതിനാൽ ജീപ്പ് സഫാരിക്കുള്ള ടിക്കറ്റ് നിരക്ക് 2500 രൂപയായി കൂട്ടി. പുലർച്ചെ 4 മുതൽ വൈകിട്ട് 5:30 വരെയാണ് സന്ദർശന സമയം. ന്യൂസ് 18 മൂന്നാർ. നാട്ടുവർത്തമാനം പൂർണ്ണമാകുന്നു. നമസ്കാരം.